തിരുവനന്തപുരത്ത് 4 സീറ്റല്ല ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിരവധി സീറ്റുകൾ ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ തന്നെ കോവളം ഞങ്ങളോടൊപ്പമാണ്. അരുവിക്കര ചെറിയ മാർജിനാണ് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ 4 സീറ്റല്ല ജയിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല. നോക്കൂ, അണികളെ ആത്മവിശ്വാസത്തിലാക്കാൻ, അണികളെ വിശ്വാസത്തിലെടുക്കാൻ, നേതാക്കൾക്ക് ഒരു ആർജവം ഉണ്ടാക്കാൻ എന്ന രീതിയിൽ പറയുന്നതാണ് UDFന്റെ 100 സീറ്റിന്റെ കണക്ക് എന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത്. ഇപ്പൊ നോക്കൂ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു 4 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ളത് 1 സീറ്റാണ്. തിരുവനന്തപുരം സെൻട്രൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് BJP ആണ്, അതിന് തൊട്ടു പിന്നിൽ CPM ആണ്, 3ാം സ്ഥാനത്താണ്. അപ്പോൾ ആ വോട്ടിംഗ് പാറ്റേൺ, ഇപ്പോൾ തദ്ദേശത്തിൽ നിന്ന് ലഭിച്ച ആർജവം, ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത് എങ്കിൽ തിരുവനന്തപുരത്ത് 4 സീറ്റ് പ്രതീക്ഷിക്കുമ്പോൾ അവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണ് എന്ന് കോൺഗ്രസിന് അറിയാം. അതിനപ്പുറം ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ എന്താണെന്നാണ് UDF വിചാരിക്കുന്നത്? ഒന്ന്, അണികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുവാൻ ഇത്തരമൊരു 100 സീറ്റിൻ്റെ പ്രഖ്യാപനം നടത്തേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അണികൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. അതിന് കാരണം കേരളത്തിൽ അണികളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക നേതാക്കന്മാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇപ്പോൾ കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പിൽ 505 ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകൾ, ഒരു ജില്ലാ പഞ്ചായത്ത് മാത്രം ഉണ്ടായിരുന്ന UDFന് 7 ജില്ലാ പഞ്ചായത്തുകളാണുള്ളത്. കൊല്ലം ഉൾപ്പെടെ നാളിതുവരെ ജയിച്ചിട്ടില്ലാത്ത കോർപ്പറേഷനുകളിൽ UDF വിജയിച്ചു. അപ്പോൾ അണികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുവാൻ ഇങ്ങനെ 100 സീറ്റ് ലഭിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. അണികൾ വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക നേതാക്കന്മാരും ആത്മവിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ 100 സീറ്റിന് മുകളിൽ ജയിക്കും എന്നത് അതിന് ഞങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള പഠനം ഞങ്ങളുടെ മുമ്പിലുണ്ട്, കൃത്യമായ കണക്കുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളിലുള്ള പരിപൂർണമായ വിശ്വാസവും ഞങ്ങൾക്കതിനുള്ള കരുത്ത് പകരുന്നുണ്ട്. മാധു ആര് പറഞ്ഞു തിരുവനന്തപുരത്ത് ഞങ്ങൾ 4 മാത്രമേ ജയിക്കുകയുള്ളൂ? തിരുവനന്തപുരത്ത് 4 സീറ്റല്ല ഞങ്ങൾ ജയിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് നിരവധി സീറ്റുകൾ ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ തന്നെ കോവളം ഞങ്ങളോടൊപ്പമാണ്. അരുവിക്കര ചെറിയ മാർജിനാണ് പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ 4 സീറ്റല്ല ജയിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല. വളരെ കൃത്യമായ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ലോക്കൽ ബോഡിയുടെ ട്രെൻഡ് മാത്രമല്ല, ലോക്കൽ ബോഡിയിലെ ട്രെൻഡ് അല്ല ലോക്സഭയിലെ ട്രെൻഡ്, ലോക്സഭയിലെ ട്രെൻഡ് അല്ല നിയമസഭയിലെ ട്രെൻഡ്. ഞങ്ങൾ ലോക്സഭയിൽ ഞങ്ങൾക്ക് വളരെ മികച്ച വിജയം തിരുവനന്തപുരത്ത് ലഭിച്ചു. ലോക്കൽ ബോഡിയെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് പൊരുതി കയറുകയാണ് ചെയ്തത്. നിയമസഭയിൽ എത്തിക്കഴിയുമ്പോൾ ഇതിലും ബെറ്റർ റിസൾട്ട് ആയിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, 14 ജില്ലകളിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ഫലം കിട്ടുന്ന കാരണം, ഒരു ഫാക്ടർ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ അത് ഒന്നാമത്തെ കാര്യം 2-3 ഘടകങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് എന്നത് വളരെ കൃത്യമായൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ വിജയങ്ങളൊന്നും ഫ്ലൂക്കല്ല. അത് ആദ്യം അത് മനസ്സിലാക്കണം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു കൃത്യമായ ഹോംവർക്ക് ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വിജയം മിഷൻ 2025ൻ്റെ വിജയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-5 തീയതികളിൽ മിഷൻ 2026 ഞങ്ങൾ വയനാട്ടിൽ ഞങ്ങളുടെ കോൺക്ലേവ് കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് ഞങ്ങൾ കൃത്യമായി വയനാടിൽ കൂടിയ മിഷൻ 2025 ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായൊരു സംഘടനാ റോഡ് മാപ്പ് അവിടെ ആവിഷ്കരിക്കപ്പെട്ടു. അത് കൃത്യമായ രീതിയിൽ നടപ്പിലാക്കപ്പെട്ടു. വാർഡ് കമ്മിറ്റികൾ, കുടുംബ സംഗമങ്ങൾ, വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലുകൾ, ഭവന സന്ദർശനങ്ങൾ, സോഷ്യൽ എഞ്ചിനീയറിങ്, അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ രൂപീകരണം, ഇതെല്ലാം രൂപീകരിക്കപ്പെട്ടതാണ്. അതിനുശേഷം ആ മിഷനപ്പുറത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളുമുണ്ട്. അപ്പോൾ അത് കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട് കൃത്യമായി ആസൂത്രണം ചെയ്തത് പദ്ധതി നടപ്പിലാക്കി നേടിയെടുത്ത വിജയമാണ്. എന്ന് പറയുന്നത് പോലെ അടുത്ത മിഷൻ 2026 കേരള നിയമസഭയിൽ 100-ൽ കൂടുതൽ, 100അല്ല, വളരെയധികം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുന്നേറ്റത്തിനുള്ള കൃത്യമായ പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തന പദ്ധതിക്കൊപ്പം ഗവൺമെൻറ്റിനെതിരെ നിലനിൽക്കുന്ന അതിശക്തമായ ജനവികാരം, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. പ്രാദേശികമായിട്ടൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ LDF വിജയിക്കാൻ സാധിച്ച അവരുടെ സ്ഥാനാർത്ഥികളുടേതായ പ്രാദേശിക ബന്ധങ്ങൾ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ അങ്ങനെ അസസ് ചെയ്യുന്നുണ്ട്. പഠിച്ചു വരുമ്പോൾ
ചില സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ വിജയം എന്താണ്? കോഴിക്കോട് കോർപ്പറേഷനിൽ BJP വിജയിപ്പിക്കാൻ വേണ്ടി ചെറിയ വാർഡുകൾ ആസൂത്രിതമായി സൃഷ്ടിച്ച് UDF സീറ്റുകളെ കുറയ്ക്കുവാൻ CPM ശ്രമിച്ചു. അതേ കാര്യം തിരുവനന്തപുരത്തുമുണ്ട്. എന്നിട്ട് പോലും ഒരു 650 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. ഞങ്ങൾ ജയിക്കുമായിരുന്നു. ചില പ്രാദേശിക സ്ഥാനാർത്ഥികൾ CPMൻ്റെ ഗുണമുള്ളവരായതുകൊണ്ട് അവരെ ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഞങ്ങൾ ജയിക്കുമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ചില സീറ്റുകൾ നഷ്ടം 200, 350 എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ എന്നും CPM ജയിച്ചുകൊണ്ടിരുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ വളരെ ചുരുങ്ങിയ മാർജിനുകൾ സീറ്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആലപ്പുഴയിലും വിജയത്തിലേക്ക് നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു, എനിക്കറിയാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിജയം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കൃത്യമായൊരു പ്രവർത്തന പദ്ധതിയുണ്ട്, ശക്തമായ നേതൃത്വമുണ്ട്. അതായത് ഏകശക്തപതിയായി നിൽക്കുന്ന ഒന്നല്ല, നേതൃവൈവിധ്യം ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം ഗവൺമെന്റിനെതിരെ അതിശക്തമായ ജനവികാരമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ അവരുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ വികാരമുണ്ട്.